ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് കേട്ടോ. ഒരു ചെറിയൊരു സിംഗിൾ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും എന്തിനാണ് ഒരേ ഒരു കണ്ടന്റിന്റെ അടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും അതിൽ തന്നെ വീഡിയോ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വോയിസ് ക്ലിപ്പ് അല്ല, ഒരു വീഡിയോ ആണ്. അതിന്റെ വോയിസ് മാത്രം ഞാൻ കേൾപ്പിക്കാം. അത് കേട്ടോണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മോളെ നീ തേയില മോളേന്നല്ലേ നിന്റെ കുപ്പിയിൽ അവിടെ ഇട്ട് വെച്ചിരുന്നത്. അത് കാരണം വാടകയ്ക്ക് പോകുമ്പോൾ ചട്ടിയും കലവും കുപ്പി എടുക്കാൻ താമസിച്ചു. നിന്റെ പിഴച്ച 6ാമത്തെ സന്തതിയില്ലേ പെരുമ്പാവൂരുകാരനുണ്ടായത്, അവന് പബ്ലിക്കിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ആലുവ പോണ്ടെന്നൊരു കാര്യമുണ്ട്. നീ ഒരുങ്ങിയിരുന്നോടി. പിന്നെ നിന്റെ ഹൗവ പഠിക്കണ എന്താണ് വലിയ സെന്റ് ആന്റണീസ് വലിയ തുറ ഹയർ സെക്കൻഡറി സ്കൂൾ വലിയ തുറ. ആ അധികൃതരെ അറിയാം. ക്രിമിനലിസം ഉള്ള ഒരു തള്ളയുടെ മകൾ പഠിക്കുന്ന ഹൗവ എന്ന് പറയുന്ന ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്ന സ്വന്തം അമ്മ മറ്റുള്ളവരുടെ ജീവിതം തകർത്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ച പിഴച്ച സന്തതിയെ കൊണ്ടിരിക്കുന്ന നീ, ഒരു അഡ്രസ് പോലും ഇല്ലാത്ത നീ എന്റെ മകളെ പറഞ്ഞ് ചൈൽഡിലാക്കി. നീ ഇതേപോലെ മൊത്തത്തിൽ ഞാനാ വിശേഷം എന്റെ കുടുംബ ജീവിതം. നിന്റെ മോള് IAS IPS പഠിച്ച അത് നിനക്ക് കൊള്ളാം. നിന്റെ മോള് +1 തോറ്റില്ലേടി? എത്ര സബ്ജക്ട് പോയി? അപ്പൊ നീ വിചാരിക്കുന്ന എന്റെ മോള് ടോപ്പറിൽ നിന്നപ്പോഴേ അവള് വിചാരിച്ചെന്തെന്നറിയാമോ? അവളെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആക്കി. നീ അതവിടെ നിൽക്കട്ട്. നീ എന്റെ മോളെ കാര്യം പറഞ്ഞ. പിന്നെ നീ റഹീമിന്റെ എന്തിനാ നീണ്ട സാധനം കണ്ടിട്ടാണ് കിടന്ന് നീ പൊങ്ങി ചാടണ? അവന്റെ നാക്ക് കുടിയ നിന്റെ നാക്കിലാണ് പൊങ്ങി ചാടണമെങ്കിൽ തോറ്റുപോയി. കാരണം എന്താ വെച്ചാ അവൻ ഇപ്പൊ പറയണല്ല, അവൻ പിന്നെ പറയണത്. അവൻ മുഴുത്ത ഭ്രാന്തനാണ്. ഒരു മിണ്ടാപ്രാണിയായ സ്വന്തം പെങ്ങളാ ഉപദ്രവിച്ച്. ഓക്കെ ഗൈസ്, കേട്ടില്ലേ? അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വോയിസ് അല്ല, അതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ കാണിക്കാണ്ട് വോയിസ് മാത്രം കേൾപ്പിച്ചതാണ്. ഇതിലാൾ പറയുന്നത് ബീൻ ഫാമിലിയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബീൻ ഫാമിലിയുടെ മോളുടെ സ്കൂളിൽ പോയിട്ട് ആള് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും. ഓളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിലാൾ ഞാനിപ്പം സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വീടില്ലാത്തവരെ ഭയങ്കര തരം താഴ്ത്തിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നെജില മൊത്തമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് നെജിലയോട് പറയാനുള്ളത്, നെജിലക്ക് എങ്ങനെയാണ് വീടുണ്ടായത്? നെജില ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് വീടില്ല, യത്തീം മക്കളാണ്, യത്തീമല്ലാത്ത മക്കളെ യത്തീം മക്കളാണെന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി പിരിവ് നടത്തിയിട്ടാണ് നെജിലക്ക് എന്തുണ്ടായത്? യൂട്യൂബിൽ കൂടെ ഒരു വീടുണ്ടായത് അല്ലേ? വീടുണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതിൽ അഹങ്കരിക്കരുത്. വീടെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം വേണമെങ്കിലും ഒരു വീടാകും, എപ്പം വേണമെങ്കിലും നമ്മുടെ വീട് നമുക്ക് നഷ്ടപ്പെടും. രണ്ടും നമുക്കൊരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു വീടാകാനും വലിയ സമയം വേണ്ട, വീട് നഷ്ടപ്പെടാനും നമുക്ക് വീടായി അത്ര പോലും സമയം വേണ്ട. അപ്പം നമ്മൾ ഒരു വീടുണ്ടെന്നുള്ള കാര്യത്തിലും നമ്മൾ അഹങ്കരിക്കരുത്, വീടില്ല എന്നുള്ള കാര്യത്തിലും നമ്മൾ മറ്റുള്ളവരെ തരം താഴ്ത്തി പറയരുത്. ഇതിന് ബീൻ ഫാമിലി കൊടുത്ത നല്ലൊരു മറുപടിയും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്നല്ലേ? വീട് എത്ര വലിയ വീടുണ്ടായാലും, നമുക്ക് സഞ്ചരിക്കാൻ ഒരുപാട് കാറുകൾ ഉണ്ടായാലും, നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റണം എന്നുള്ളതാണ് അല്ലേ? അത് ആർക്കുണ്ട്? ബീൻ ഫാമിലിക്കുണ്ട്. അതോടെ ഒരു മനുഷ്യന് ഏറ്റവും വലുത് എന്ന് പറയുന്നത് മനസ്സമാധാനം ഇല്ലാണ്ട് നമുക്ക് എത്ര കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടായിട്ടും പണം ഉണ്ടായിട്ടും ഒന്നും നമുക്ക് ഒരു കാര്യവും ഇല്ല. മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്താ കിട്ടുക? നമുക്കൊന്നും കിട്ടാനില്ല. അപ്പം ആ ഒരു സത്യമാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ആൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഷെഫീന ബീവിയുടെ ഒരു കാര്യം. ഷെഫീന ബീവിയുടെ അംഗവൈകല്യത്തെ ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട് അല്ലേ? ഒരാൾക്കൊരു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഡിസേബിലിറ്റി വരുന്നതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് നമുക്ക് പഠിച്ചോൻ തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനൊരിക്കലും കളിയാക്കി പറയരുത്. ഇപ്പം ഷെഫീന ബീവിൻ്റെ ഷെഫീന താത്തൻ്റെ ആ വീഡിയോയിൽ ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്ക് ആദ്യം ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് വന്നൊരു ഡിസേബിലിറ്റിയാണ് അത് എന്നുള്ളത്. അപ്പം ഡിസേബിലിറ്റി അല്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് അങ്ങനെ വേണം അവരെ പറയാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം അതുപോലെ അതെനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഇപ്പം നല്ലോണം നടക്കുന്ന നമുക്കും നാളെ പിറ്റേന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടാണെങ്കിൽ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച പെട്ടെന്നൊരു നിമിഷത്തിൽ വേണമെങ്കിൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടാനും കേൾവിശക്തി നഷ്ടപ്പെടാനും എന്തൊരു കാര്യം വേണമെങ്കിലും നമുക്ക് നടക്കും. പിന്നെ നെജിലയോട് എനിക്ക് പറയാനുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നെജില ഇപ്പം ചെയ്തൊരു വീഡിയോ ഇല്ലേ, ബീൻ ഫാമിലി ക്രിമിനലാണ്, അപ്പം ആ ബീനിൻ്റെ മകളെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത്. ഈ ഒരു വീഡിയോ ബൈ ചാൻസ് ബൈ മിസ്റ്റേക്ക് പോലും
നെജിലന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അധികൃതർ കാണാതിരിക്കട്ടെ. കാരണം ഇത്രയും ബുദ്ധിയും വിവേകവും ഇല്ലാണ്ട് ലൈവിൽ കിടന്ന് തെറി വിളിക്കുന്ന ഒരു മാതാവിൻ്റെയും കൂടെ ഇരിക്കുന്ന 4ാം ഭർത്താവും ലൈവിൽ കിടന്ന് ഇങ്ങനെ തെറി വിളിച്ച് പെരുക. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കൂടെ ജീവിക്കുന്ന മക്കളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മക്കളെ കാര്യം കൂടി ഗവൺമെന്റ് ഏറ്റെടുത്താലും നെജിലയുടെ കൂടെ ഉള്ള 2 ആളും കൂടി നെജിലേക്ക് നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം വേണ്ടാത്ത വഴിയിലും വഴിയിൽ കൂടെ പോകുന്ന ഒരു വള്ളി എടുത്തിട്ട് കയ്യിൽ പിടിക്കാൻ. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്നലത്തെ ഒരു ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ലൈവില് ഏതോ ഒരു കുട്ടിയുടെ വീഡിയോ ഷെഫീന ബീവി ചെയ്തതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അതില് ആള് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നത് കണ്ടിട്ടുള്ള കണ്ണിക്കാടിയാണെന്ന്. ഒരു റിയാക്ഷൻ വീഡിയോ, എത്ര റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു കുട്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? എന്തുകൊണ്ടായിരിക്കാം കുട്ടിയുടെ വീഡിയോ ചെയ്തതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിലിവിടെ പറയുന്നുണ്ട് എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ടിയക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഗേളാന്നൊക്കെ. എടോ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരാൾ പോലും ടിയക്കുട്ടിയുടെ മോശമായിട്ട് പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ടിയക്കുട്ടിയുടെ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് 3 മക്കളാണ്. അതിൽ മൂത്ത ആൾ ഇപ്പം 4th സ്റ്റാൻഡേർഡിലും 2ാമത്തെ ആൾ പഠിക്കുന്നത് 1st സ്റ്റാൻഡേർഡിലുമാണ്. ഈ ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ മക്കൾ വരെ ടിയക്കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മോളിലോ വേറെ എവിടെയെങ്കിലും പോയാൽ ടിയക്കുട്ടി അത് വാങ്ങിയിട്ടുണ്ട്, ടിയക്കുട്ടി ഇത് വാങ്ങിയിട്ടുണ്ട്, എനിക്ക് അത് വാങ്ങണം, എനിക്കിത് അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതിനെ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. പക്ഷെ അവരതിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. കാരണം നമ്മൾ ഈ ഒരു ഏജിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോപ്പിംഗ് മോളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ ബുദ്ധിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ തലയിലേക്ക് ഇങ്ങനെ നമ്മൾ ഇൻജക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒന്നും വേണ്ട, ഓരോ യൂട്യൂബേഴ്സും themselves called as influencers, right? നീയും പറയുന്നുണ്ടല്ലോ ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, ഞാനൊരു യൂട്യൂബ് ഫെയിമാണ്, ഞാനൊരു യൂട്യൂബർ ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിവേകത്തോടെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് നന്മ ഏത് തിന്മ ഏത് ശരി ഏത് തെറ്റ് ഏതെന്ന് നമുക്ക് വിവേകത്തോടെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. പക്ഷെ അതിനൊരു ഏജ് ഉണ്ടോ, ആ ഒരു ഏജ് കഴിഞ്ഞാലാണ് ഓരോരുത്തർക്ക് അത് മനസ്സിലാക്കുക. ഇപ്പം ഈ ഒരു 5, 6, 7 ഒരു 10, 12 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവര് ഇപ്പം ഈ ഒരു കുട്ടികളുടെ വ്ളോഗ്, ഇപ്പൊ കുട്ടികളെ എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വ്ളോഗ് ആണല്ലോ അവർ നടത്തുന്നത്. അതിൽ അവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അതുപോലെ അത് കിട്ടാണ്ടാവുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. സ്കൂൾ ഓപ്പണിംഗ് ആണ്. അപ്പം ചില പാരന്റ്സ് എന്ത് ചെയ്യും, ലാസ്റ്റ് ഇയർ യൂസ് ചെയ്ത ബാഗ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ യൂസ് ചെയ്ത കിറ്റ്, വാട്ടർ ബോട്ടിൽസ് ഈ ഇയേഴ്സിലേക്ക് അവർ അത് യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഇൻഫ്ലുവൻസ് ആവുന്നത് ആരെയാണ്? ഈ ടിയക്കുട്ടിയുടെ ബ്ലോഗ് കണ്ടിട്ടാണ്. അപ്പം ടിയക്കുട്ടിയുടെ ബ്ലോഗ് കറക്റ്റ് ആ ഒരു ബാക്ക് ടു സ്കൂൾ ബ്ലോഗ് കണ്ട ഒരാൾക്ക് മനസ്സിലാവും അതിൽ ബാക്ക് ടു സ്കൂളിലേക്ക് ഒന്നുമില്ല, അത്രയും സാധനങ്ങളാണ് അവർ വാരിക്കൂട്ടിയിരിക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു തെറ്റ് തോന്നിയാൽ ഇത് തെറ്റാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനാണ് യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസിനുള്ള റൈറ്റ് തന്നത്. മറ്റൊരാളുടെ വീഡിയോയിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടായിരുന്നെങ്കിൽ യൂട്യൂബ് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പോളിസി നമുക്ക് തരില്ലല്ലോ. മറ്റൊരാളെ കണ്ടിട്ട് അവരെന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് തന്നെ യൂട്യൂബ് പറയില്ലേ? പക്ഷെ അങ്ങനത്തെ ഒരു റൈറ്റ് തന്നത് എന്തുകൊണ്ടാണ്? നമുക്കത് പറയാനുള്ളൊരു അവകാശമുണ്ട്. അത് നമ്മൾ അങ്ങനെ പറയുക തന്നെ ചെയ്യുകയും വേണം. അപ്പൊ ടിയക്കുട്ടിയെ വെച്ചിട്ടോ ടിയക്കുട്ടിയുടെ യൂട്യൂബ് ചാനലിനെ പറ്റിട്ടോ അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും കണ്ടന്റിനെ പറ്റിട്ടോ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ അവര് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചെറിയ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അവരും അറിയണം. അവരറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർക്ക് അത് നോക്കിയും കണ്ടും പുതിയൊരു വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു കാര്യം പോലും നിനക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ കൂടെ മക്കളില്ലേ, നീ മക്കളെ വളർത്തുന്ന ഒരു വ്യക്തിയല്ലേ, എന്നിട്ട് പോലും നിനക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിന്റെ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഒരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് നിന്റേത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര മാത്രമേ പറയുന്നേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.